ക്രിസ്തു ആകുന്ന ഒരു വിശ്വാസിയുടെ ജീവൻ, നമ്മുടെ സിരകളിലൂടെ പ്രവഹിക്കുന്ന ജീവൻ ക്രിസ്തുവിൻ്റെ ജീവനാണ്. നിത്യജീവൻ, ദൈവജീവൻ, ഉയരത്തിലെ ജീവൻ. അപ്രകാരമുള്ള ജീവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിത രീതി ആവശ്യപ്പെടുന്നു. അത് സ്വാഭാവികമായി തന്നെ ഉണ്ടാകേണ്ടതാണ്. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്ന തിരുവചനത്തിലെ സമൃദ്ധമായ ജീവനാണല്ലോ നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവെഴുത്ത് നമ്മെ നയിക്കുന്നത് ക്രിസ്തുവിലേക്കാകുന്നു. അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാകുന്നു. അത് യോഹന്നാൻ്റെ സാക്ഷ്യമാകുന്നു. ജീവൻ പ്രാപിക്കേണ്ടതിന് നാം അവിടുത്തെ അടുക്കലാകുന്നു എത്തേണ്ടത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനഭാഗം. കൊലോസ്യ ലേഖനത്തിൻ്റെ ഉപദേശപരമായ ഭാഗമാണ് നാം ഇതുവരെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആദ്യത്തെ 2 അധ്യായങ്ങൾ. ഇനിയും 3ഉം 4ഉം അധ്യായങ്ങളിൽ പ്രായോഗികമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. 1ഉം 2ഉം അധ്യായങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് നാം കണ്ടു. ക്രിസ്തുവിനെ അവിടുന്ന് ആയിരിക്കുന്ന വിധം തൃത്വത്തിലൊരുവനായി നാം കണ്ടു. അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അവിടുന്ന് സൃഷ്ടിക്ക് മുൻപേ ഉള്ളവനാണ്. കാരണം അവിടുന്ന് സൃഷ്ടാവാകുന്നു. വീണ്ടെടുപ്പിന് മുമ്പേ ഉള്ളവൻ അവനാണ്. കാരണം അവൻ വീണ്ടെടുപ്പുകാരനാണ്. സഭയ്ക്കും അവൻ മുമ്പനാണ്. കാരണം അവനാണ് സഭയ്ക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിൽ അതിശ്രേഷ്ഠനായിരിക്കണം എന്ന് പറഞ്ഞാൽ സകലത്തിലും മുൻപനായിരിക്കണം എന്ന് തുടർന്നുള്ള ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ആത്മസമർപ്പണം എന്ന് ഇക്കാലത്ത് നാം വളരെയേറെ കേൾക്കാറുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിന് മുൻഗണന നൽകുന്നത് അത്ര യഥാർത്ഥമായ സമർപ്പണം എന്ന് മറക്കരുത്. അതല്ലാതെ സമർപ്പണമില്ല. നിങ്ങൾ സമർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തുവിശ്വാസിയാണെന്ന് പറയുകയും അതേസമയം മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ താങ്കളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കുന്നതിനും സാധ്യമല്ല. ഇന്ന് അനേകരും അപ്രകാരമാണ്. ക്രിസ്തു താങ്കളുടെ ജീവിതത്തിൽ മുമ്പനായിരിക്കുന്നു എങ്കിൽ താങ്കൾ ക്രിസ്തുവിൻ്റെ ജീവിതമായിരിക്കും ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത്. ഉപദേശപരമായ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ നേരത്തെ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 9ഉം 10ഉം വാക്യങ്ങളിൽ നാം അത് വായിച്ചതാണ്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾ പൂർണ്ണനായിരിക്കുന്നു. അവനിൽ നിങ്ങൾ യാത്ര പുറപ്പെടുവാൻ തയ്യാറായിരിക്കുന്നു എന്ന്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ചർച്ച ചെയ്തു. അവൻ വശീകരണ വാക്കുകളെക്കുറിച്ച് പറഞ്ഞു, തത്വശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, നിയമസിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞു, നിഗൂഢാത്മകത്വം പറഞ്ഞു, സന്യാസവൃത്തി പറഞ്ഞു. ഇവയ്ക്കെതിരെ പൗലോസ് മുന്നറിയിപ്പ് നൽകി. ഇവയെല്ലാം മനുഷ്യരെ ക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ നിന്നും അകറ്റുന്നവയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതം നയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം, മറക്കരുത്. എനിക്കും നിങ്ങൾക്കും വേണ്ടതൊക്കെയും നമുക്ക് ക്രിസ്തുവിൽ കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തു വിശ്വാസികളുടെ ജീവിതത്തിൽ കൂടി പകരുന്നതിനെക്കുറിച്ച് ഈ ഭാഗത്ത് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഇവിടെയും എങ്കിൽ എന്ന വാക്ക് ശ്രദ്ധിക്കണം.
വ്യവസ്ഥയുടെ അർത്ഥത്തിലല്ല, കണ്ടീഷനല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് നാം ചിന്തിച്ചതാണ്, ഓർക്കുമല്ലോ. അവിടെ ഇപ്രകാരമാണ് വായിക്കേണ്ടത്: നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരത ഉള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ. അവർ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും പൗലോസിനില്ലായിരുന്നു. കൊലോസിയിലെ വിശ്വാസികളുടെ ജീവിതം അവരുടെ രക്ഷയെ പ്രകടമാക്കുന്നതായിരുന്നു. അതായിരുന്നു അതിൻ്റെ തെളിവ്. അത് ആത്മാവിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതത്രേ. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞതെല്ലാം അവരിലുണ്ടായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട്. അവർക്ക് ക്രിസ്തുയേശുവിൽ ഉറച്ച വിശ്വാസവും വിശ്വാസികൾ തമ്മിൽ സ്നേഹവും ഉണ്ടായിരുന്നു. തമ്മിൽ സ്നേഹമുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമായ സംഗതി അത്രേ. ഈ കൊലോസിയിലെ ക്രിസ്തു വിശ്വാസികൾക്ക് വിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യാശയും ഉണ്ടായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിച്ചത് സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തമെന്നാണ്. നാം വായിക്കുന്നത് ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ വരും എന്നുള്ള പ്രത്യാശയാണത്. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഈ മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 കാര്യങ്ങളാണ് കൊലോസിയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ തെളിവായി പ്രകടമായിരുന്നത്. അതിനാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ എന്നതിനേക്കാൾ ഉത്തമമായ തർജ്ജിമ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനല്ല പറയുന്നത്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ക്രിസ്തു ഇന്ന് എവിടെയാണ്? അവിടുന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നാം ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു: ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അന്വേഷിക്കുക എന്നത് ശ്രദ്ധേയമായ ഒരു വാക്കാണ്. ഒരു അടിയന്തര ഘട്ടത്തെയും ആഗ്രഹത്തെയും താല്പര്യത്തെയും ആവേശത്തെയും ഈ വാക്കിൽ നാം കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യവും തീഷ്ണതയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ സ്വർണ്ണ മെഡൽ നേടുവാനുള്ള താല്പര്യം കായിക താരങ്ങളിൽ നാം കാണാറുണ്ടല്ലേ? എന്നാൽ അപ്രകാരമുള്ള താല്പര്യം വിശ്വാസികളിൽ കാണുന്നില്ല. ക്രിസ്തുവിനെ അത്രമാത്രം താല്പര്യത്തോടെയാണ് നാം അന്വേഷിക്കേണ്ടത്. പൗലോസ് പറയുകയാണ് ഉയരത്തിലുള്ളത്. ക്രിസ്തുവിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് അവ. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് പുതുജീവൻ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. യാതൊരുത്തരെയും നിങ്ങളുടെ ജീവിതത്തിലൊരു ദൈവമാക്കരുത്. ദൈവവചനം ഘോഷിക്കുക എന്നത് മാത്രമാണ് ഒരു ക്രിസ്തീയ പ്രസംഗകൻ ചെയ്യേണ്ടത്. അതിൽ കൂടെ മറ്റുള്ളവർക്ക് ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണുവാനും അവരോട് അടുത്ത് ചെല്ലുവാനും ഇടയാകണം. ദൈവവചനം ജീവിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് ഞാനത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രിയ സുഹൃത്തെ, ദൈവവചനമാകുന്ന ബൈബിൾ താങ്കൾ വായിക്കുമ്പോൾ യഥാർത്ഥ ജീവനുള്ള ക്രിസ്തുവിനെയാണ് താങ്കൾ അതിൽ കാണുന്നത് എന്ന് മറക്കരുത്. അവനാണ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. നാം ഉയരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നാം ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടതാണ്. അതാണ് ഈ തിരുവചന പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5-10 വർഷം കൊണ്ട് തിരുവചനം ശരിയായി പഠിക്കുവാൻ കഴിയുകയില്ല. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലും വിശുദ്ധ പൗലോസ് പറഞ്ഞത് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് എന്നത്രേ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ. ശരിയായ തിരുവചന പഠനം ഒരു വ്യക്തിയെ ജീവിക്കുന്ന ക്രിസ്തുവിങ്കിലേക്ക് നടത്തും. ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പ്രതികരണങ്ങളിൽ നിന്ന് അത് ദിനംതോറും മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഇനിയും 2-ാം വാക്യത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം: ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. വേറൊരു പരിഭാഷയിൽ അത് ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്:
ഭൂമിയിലുള്ളവയിലല്ല, ഉയരത്തിലുള്ളവയിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കുക. ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും രമ്യമായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ എന്നാണ്. ജീവിതം അനവധി ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക എന്നതാണ്. മറ്റ് സകലത്തിനും മുമ്പേ ഇതത്രേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട താല്പര്യം. ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ചു എങ്കിൽ എപ്പോഴാണ് നിങ്ങൾ മരിച്ചത്? വിശുദ്ധ പൗലോസ് ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ താങ്കളും മരിച്ചു. അവിടുന്ന് എൻ്റെയും താങ്കളുടെയും സ്ഥാനമാണ് ഏറ്റെടുത്തത്. ക്രിസ്തു മരിച്ചപ്പോൾ അവനിൽ നാമും മരിച്ചു. നമ്മുടെ ജീവൻ അവനിൽ ആയിത്തീർന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് വായിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനത്താൽ എന്നെ പഴയ ആദാമിൽ നിന്നെടുത്ത് മാറ്റി ക്രിസ്തുവിലാക്കി വച്ചിരിക്കുന്നു. താങ്കൾ ഇപ്പോൾ ക്രിസ്തുവിലാണ്. ഇപ്പോൾ ക്രിസ്തുവിൽ ആയിരിക്കൊണ്ട് താങ്കൾ തൻ്റെ ജീവിതം നയിക്കുകയും അവിടുത്തെ പൂർണ്ണത താങ്കളുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. 4-ാം വാക്യം നോക്കാം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. താങ്കളിൽ ജീവനുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. നിത്യജീവനെ താങ്കൾക്ക് കാണിച്ചു തരിക എന്നതാണ് തൻ്റെ ഉദ്ദേശമെന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിത്യജീവനെ നമുക്ക് കാണിച്ചു തരുവാൻ യോഹന്നാൻ എങ്ങനെ കഴിയും? അവൻ ക്രിസ്തുവിനെയാണ് നമുക്ക് വാസ്തവത്തിൽ കാണിച്ചു തരുന്നത്. ക്രിസ്തു ജീവനാണ്, നിത്യജീവനാണ്. ഇനി ഒരിക്കൽ തനിക്കുള്ളവർ അവനോടൊപ്പം തേജസ്സിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതാണ് നാം ഇവിടെ വായിച്ചത്. ക്രിസ്തു വിശ്വാസികളുടെ ജീവിതം വിശുദ്ധമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വിശുദ്ധമാണ്. വാസ്തവത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ 2 മണ്ഡലങ്ങളിൽ അത് വെളിപ്പെടും. 1 നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധി, 2 നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായി നമുക്കുള്ള കൂട്ടായ്മ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ. ക്രിസ്തുവിശ്വാസികൾ പലപ്പോഴും ഈ വിശുദ്ധി എന്ന കാര്യത്തിൽ ഭയമുള്ളവരാണെന്ന് തോന്നുന്നു. വിശുദ്ധിയെക്കുറിച്ച് നമുക്കുള്ള അത്രയും ഭയം പാപത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ഒരു ഭക്തൻ പറയുകയുണ്ടായി. വാസ്തവമാണില്ലേ? എന്തുകൊണ്ടോ വിശുദ്ധി എന്ന പദം നാം ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ഇവിടുത്തെ വിഷയം, വ്യക്തിപരമായ വിശുദ്ധി. ക്രിസ്തു ഒരു കൊച്ചു ശിശുവായി ബേത്ലഹേമിൽ ജനിച്ചു. എന്നാൽ അവൻ ഇപ്പോഴും ആ ഗോശാലയിലല്ല ഇരിക്കുന്നത്, അവിടെയല്ല കിടക്കുന്നത്. അവനിപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്താണ് ഉള്ളത്. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു എന്നോർക്കണം. ഒരു കൊച്ചു തൊട്ടിലിലോ ഗോശാലയിലോ അല്ല, സ്വർഗത്തിൻ്റെ ആ മഹോന്നതികളിൽ, സ്വർഗത്തിൻ്റെ സിംഹാസനത്തിലാണ് ക്രിസ്തു ഇരിക്കുന്നത്. അവിടുന്ന് എനിക്ക് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയുമാണ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നു എങ്കിൽ, അതായത് താങ്കൾ ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇവിടുത്തെ താങ്കളുടെ ജീവിതത്തിൽ കൂടി പ്രകടമാകുന്നതത്രേ. ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ പ്രകടമാകുന്നില്ലെങ്കിൽ എന്തോ കാര്യമായ തകരാറുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതത്രേ. നിങ്ങൾ അവനോടൊപ്പം ഉയരത്തിലായിട്ടില്ല. നാം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിത്യജീവനാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അതിനെ ഉദ്ധാനം ചെയ്യുക, ഉയർത്തെഴുന്നേറ്റ ഉയർപ്പിൻ ജീവൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉയർത്തപ്പെട്ട ജീവിതം എന്നും പറയാം. തകർന്നിരുന്ന, താഴേക്കിടയിൽ കിടന്നിരുന്ന, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നിരുന്ന ആ ജീവിതം ഉയർത്തപ്പെട്ട അവസ്ഥ.
കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് നാം വായിച്ചു. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു ജീവനായ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു ആകുന്ന ഒരു വിശ്വാസിയുടെ ജീവൻ, നമ്മുടെ സിരകളിലൂടെ പ്രവഹിക്കുന്ന ജീവൻ ക്രിസ്തുവിൻ്റെ ജീവനാണ്. അതിനെ നിത്യജീവൻ, ദൈവജീവൻ, ഉയരത്തിലെ ജീവൻ, അപ്രകാരമുള്ള ജീവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിത രീതി ആവശ്യപ്പെടുന്നു. അത് സ്വാഭാവികമായി നാച്ചുറലായി ഉണ്ടാകേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഏത് ജീവനാണ് നമ്മിലുള്ളത് എന്ന് ചുറ്റുമുള്ളവർക്ക് സംശയമാകും. അതത്രേ കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 17 വരെയുള്ള ഭാഗത്ത് പൗലോസ് വിവരിക്കുന്നത്. 5-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. മരിപ്പിപ്പീൻ എന്ന് പറഞ്ഞാൽ കൊല്ലുക, നിർജീവമാക്കുക, ശക്തിരഹിതമാക്കുക, അഥവാ മരണത്തിന് ഏൽപ്പിക്കുക എന്നർത്ഥമാണ് ഇവിടെ നാം കാണുന്നത്. ഒരു കൊലപാതകം ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുകയാണോ? ഏതാണ്ട് അതുപോലെയാണ്. എന്നിട്ട് പറയുകയാണ് ദുർനടപ്പ്. ദുർനടപ്പ് എന്നാൽ ലൈംഗികമായ അധാർമികത്വമാണ്. ഇതാണോ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രലോഭനം, ദുർനടപ്പ്? എത്ര ശ്രമിച്ചിട്ടും ഈ പാപത്തിൽ നിന്നും വെളിയിൽ വരുവാൻ കഴിയാത്ത അവസ്ഥയാണോ നിങ്ങളുടേത്? നമ്മുടെ ശാരീരിക അവയവങ്ങളെ മരണത്തിന് ഏൽപ്പിക്കേണ്ടതാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുണ്ടോ? അത്യാഗ്രഹത്തോടെ, ജഡമോഹത്തോടെ നിങ്ങൾ നോക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കണ്ണുകളെ മരണത്തിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക, നിർജീവമാക്കുക. എന്നിട്ട് ആ കണ്ണുകൾ ക്രിസ്തുവിൻ്റെ കണ്ണുകൾ പോലെ ഉപയോഗിച്ചുകൊണ്ട് ആ സാഹചര്യത്തിലായിരിക്കുക. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, വലിയ വ്യതിയാനം താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പറയുന്നു ദുർനടപ്പ്, അശുദ്ധി. ഇതിൽ നമ്മുടെ വിചാരങ്ങൾ, വാക്കുകൾ, നോട്ടങ്ങൾ, നമ്മുടെ നടപ്പ്, നാം പറയുന്ന തമാശകൾ, ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതിനുശേഷം പറയാണ് അതിരാഗം. അതിരാഗം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത മോഹങ്ങൾ എന്നാണ് അർത്ഥം. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്കെന്നെ അങ്ങോട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ദേഷ്യം വന്നാൽ എൻ്റെ കണ്ണടഞ്ഞു പോവുകയാണ്. ചിലർ പറയും ദേഷ്യം വന്നാൽ പിന്നെ അവന് ഭ്രാന്താണ്, നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെടാതിരിപ്പാൻ ക്രിസ്തു വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറയുന്നു ദുർമോഹം. ദുർമോഹം തെറ്റായ ആഗ്രഹങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവയെയും നാം മരിപ്പിക്കേണ്ടതാണ്, കൊല്ലേണ്ടതാണ്, ശക്തിഹീനമാക്കേണ്ടതാണ്. പിന്നെ പറയുന്നു വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. നമുക്ക് കൂടുതൽ വേണമെന്നുള്ള താല്പര്യമാണ് ഈ അത്യാഗ്രഹം എന്ന് മനസ്സിലായല്ലോ. എല്ലാം കൂടുതൽ വേണമെന്ന ചിന്ത. പണമാണോ ഇന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുന്നത്? ജീവിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള താല്പര്യങ്ങളെക്കാൾ അധികം പണത്തോടുള്ള താല്പര്യമാണോ നിങ്ങൾക്കുള്ളത്? ഈ ചോദ്യങ്ങൾ ഒരുപക്ഷെ വ്രണപ്പെടുത്തുന്നവയായിരിക്കാം. നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അവയെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവത്തെക്കാൾ അധികമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചാൽ അത് നമ്മുടെ വിഗ്രഹമായി തീരും. യോഹന്നാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീനെന്ന്. അനേകം ആളുകൾ ദ്രവ്യാഗ്രഹത്തിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. സദാസമയം പണമുണ്ടാക്കുന്ന ചിന്ത മാത്രം. ഭൗതികമായ വസ്തുവകകൾ വർദ്ധിപ്പിക്കുവാനുള്ള അത്യാഗ്രഹമാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. ഇന്ന് നമ്മുടെ അധികം പ്രശ്നങ്ങൾക്കും കാരണം ദ്രവ്യാഗ്രഹമാണ്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയപ്പോൾ അതിൻ്റെ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. പണമല്ല പ്രശ്നമായിരിക്കുന്നത്, ധനമല്ല പ്രശ്നമായിരിക്കുന്നത്. അത് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയോ അനേകം ആളുകൾ പണത്തിൻ്റെ അത്യാഗ്രഹം മൂലം അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അവർ ഒരു ബിംബത്തെ ആരാധിക്കുന്നത് കൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത്.
പണമെന്ന് പറയുന്ന ബിംബം, ആ വിഗ്രഹം. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിനായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. നിങ്ങൾ ഉയരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അന്വേഷിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഇനിയും 6-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ വക നിമിത്തം എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നതും ലോകക്കാർ പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിമിത്തം എന്നാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്നു, ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. മനുഷ്യർ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ ക്രിസ്തുവിനെക്കുറിച്ച് അവർ കേട്ടിട്ടില്ലാത്തത് കൊണ്ടോ അല്ല നഷ്ടപ്പെട്ടു പോകുന്നത്. ശ്രദ്ധിച്ചോണം, ഓർക്കണം, അവർ അവരുടെ ഹൃദയങ്ങളിൽ പാപികളായിരിക്കുന്നത് കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അവർ പാപികളാകൊണ്ടാണ് ഈ വക കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. പാപം ചെയ്യുന്നത് കൊണ്ടല്ല മനുഷ്യർ പാപികളായിരിക്കുന്നത്, നേരെ മറിച്ച് അവർ പാപികളായതിനാലാണ് പാപം ചെയ്യുന്നത്. അതുകൊണ്ട് പരിഹാരം ആവശ്യം ആ പാപ സ്വഭാവത്തിനാണ്, പാപപ്രകൃതത്തിനാണ്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇന്ന് ക്രിസ്തുവിനെ അറിയുന്ന നമ്മിൽ പലരും ഈ പാപങ്ങൾ നമ്മുടെ പഴയ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. എന്നാൽ ഇന്ന് അവ നാം പ്രവർത്തിക്കുന്നില്ല. നാം ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുന്നുണ്ടല്ലോ. നാമും ലോകത്തിലുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണോ ജീവിക്കുന്നത്? എങ്കിൽ ദൈവന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുമെന്ന് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കുവാൻ കഴിയും? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരും ക്രിസ്തുവിലായിരിക്കുന്നവരുമാകുന്നു എങ്കിൽ ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമയം പാഴാക്കുകയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. എത്ര നല്ല ആലോചനയില്ലേ? 8-ാം വാക്യം ഞാൻ വായിക്കാം. 8-ാം വാക്യം, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. ഒരു വസ്ത്രം നാം ഉരിഞ്ഞു കളയുന്നത് പോലെ ഉരിഞ്ഞു കളയേണ്ടതായ പരിചയങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പലർക്കും വസ്ത്രധാരണത്തിൽ പ്രത്യേകമായ പരിചയങ്ങളാണ് ഉള്ളത്. പ്രത്യേക അവസരങ്ങളിൽ പ്രത്യേകമായ വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നു. നിങ്ങൾ ഉപയോഗരഹിതമായ കീറിയ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് കളയുന്നത് പോലെ ഈ പഴയ പരിചയങ്ങളെ, ശീലങ്ങളെ നീക്കിക്കളയണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവയെ നിങ്ങൾ അലക്കുവാൻ കൊടുക്കുന്നില്ല, അതിന് കൊടുക്കരുത്. അവയെല്ലാം നിങ്ങൾ വിട്ടുകളയേണ്ടതാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം കോപമാണ്. കോപത്തിന് നീതീകരിക്കത്തക്കതായ ചില അവസരങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. പരീശന്മാരുടെ ഹൃദയകാഠിന്യ നിമിത്തം യേശുക്രിസ്തു കോപം നിറഞ്ഞവനായി തീർന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അത് പാപമയമായ കോപമല്ല എന്ന് നമുക്കറിയാം, സ്വാർത്ഥപരമായ കോപമല്ലായിരുന്നു. എന്നാൽ തെറ്റായ കാര്യത്തിൽ നാം കോപമുള്ളവരായി തീരും എന്നാണ് പ്രശ്നം. അതാണ് പ്രയാസമായി വരുന്നത്. ക്ഷമിക്കുന്നതിനുള്ള ആത്മാവില്ലാത്തവരായി തീരുമ്പോൾ കോപം ക്രോധമായി മാറുന്നു. പിന്നെ പറയുന്നു ഈർഷ്യ. വളരെ കാലമായി വെച്ച് പുലർത്തുന്ന കോപമാണ് ഈർഷ്യയായി തീരുന്നത്. പ്രതികാര നടപടി കൈക്കൊള്ളുവാൻ പ്രേരിപ്പിക്കുന്നതായ കോപമാണ് ഈർഷ്യ. ഉപയോഗശൂന്യവും കീറിപ്പറിഞ്ഞതുമായ വസ്ത്രം നീക്കിക്കളയുന്നത് പോലെ ഒരു ദൈവപൈതൽ ഈർഷ്യ അവരുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയേണ്ടത് ആവശ്യമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അങ്ങനെയുള്ള വർത്തന രീതി, അല്ലെങ്കിൽ കോപിക്കുന്ന അല്ലെങ്കിൽ ഈർഷ്യയുള്ള വർത്തന രീതി ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതായിരിക്കില്ല. പിന്നെ പറയുന്നു വായിൽ നിന്ന് വരുന്ന ദൂഷണം. 2 വിധത്തിലുള്ള ദൂഷണം ഉണ്ടാകാം. ദൈവത്തിനെതിരായ ദൂഷണവും മനുഷ്യർക്കെതിരായ ദൂഷണവുമാണ് അവ. ഒന്നാമത്തെ രീതിയിലുള്ള ദൂഷണം ദൈവനാമത്തിന് അപമാനം വരുത്തുന്നതാണ്. ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുന്നത് മാത്രമല്ല, അത് ദൈവത്തെ വെറുക്കുകയും അവനെ തെറ്റായ രീതിയിൽ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. തൻ്റെ 3 വയസ്സ് പ്രായമുണ്ടായിരുന്ന കുട്ടി മരിക്കാനിടയായതിനാൽ ദൈവത്തെ വെറുത്ത ഒരു സ്ത്രീയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അവസാനം അവൾ ഒരു പുസ്തകത്തിൽ കൂടി ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടു. താൻ ഒരു പള്ളിയിലെ അംഗം മാത്രമായിട്ടാണ് അതുവരെ ജീവിച്ചതെന്നും വീണ്ടും ജനനം പ്രാപിച്ചവളല്ലായിരുന്നു എന്നും അപ്പോൾ അവൾക്ക് മനസ്സിലായി. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതുമൂലം ദൈവത്തെ വെറുക്കുന്നത്
ദൂഷണമാണ്. മറ്റൊരു വിശ്വാസിയെക്കുറിച്ച് നാം തെറ്റായ കാര്യങ്ങൾ, തെറ്റായ പ്രസ്താവനകൾ ചെയ്യുമ്പോൾ താങ്കൾക്ക് ആ വിശ്വാസിയെക്കുറിച്ചും ദൂഷണം പറയുവാൻ കഴിയും. ഇത് നാം ഓർത്തിരിക്കണം. ഒരു ദൈവപൈതലിനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ദൂഷണം പറയുന്ന കുറ്റമാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നു, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം. തെറ്റായ സംസാരത്തെയാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അതിൽ മറ്റൊരാളെ അസഭ്യം പറയുന്നതും അധിക്ഷേപിക്കുന്നതും ഉൾക്കൊള്ളുന്നുണ്ട്. ചിലർ കൂട്ടം കൂട്ടമായി ഒന്നിച്ചെവിടെങ്കിലുമൊക്കെ ഇരുന്ന് ചീത്ത വാക്കുകൾ പറഞ്ഞ് രസിക്കാറുണ്ട്. ചില വിശ്വാസികൾ ആണയിടുന്നതായി പോലും കേൾക്കാറില്ലേ? ദൈവപൈതലിന് അപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന കാര്യം ഓർപ്പിക്കട്ടെ. ഇവയൊക്കെയും ഉരിഞ്ഞു കളയേണ്ടതായ കാര്യങ്ങളാണ്. 9-ാം വാക്യം കൂടി ഞാനൊന്ന് വായിക്കാം. 9-ാം വാക്യം: അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞിക്കളഞ്ഞു. പൗലോസ് ഇവിടെ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ പൗലോസ് ഇവിടെ ക്രിസ്തു വിശ്വാസികൾക്കാണ് എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതത്രേ. ഒരു വിശ്വാസി കള്ളം പറയുവാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടാകുമോ? നിശ്ചയമായും കള്ളം പറയുവാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണതയിലേക്ക് വളരുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, പഴയ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഓർക്കണം. കള്ളം പറയുന്നതാണ് ഒരു കൊച്ചുകുട്ടി ആദ്യമായി ചെയ്യുന്ന പാപമെന്നത്ര എൻ്റെ വിശ്വാസം. മനുഷ്യഹൃദയത്തിൽ ആഴത്തിൽ കുടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ കള്ളം പറയുക എന്നുള്ളത്. അനേകം ക്രിസ്തു വിശ്വാസികൾ ഇപ്പോഴും അതിൽ തന്നെ തുടരുകയും ചെയ്യുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചില കാര്യങ്ങൾ മാറ്റണം, ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം. പഴയ വസ്ത്രം ഉരിഞ്ഞു കളയണം, പുതിയത് ധരിക്കണം എന്ന് പൗലോസ് പറയുന്നു. ക്രിസ്തുവിലാകുന്നത് രൂപാന്തരം കൊണ്ടുവരും. പുതുജനനം, പുതുജീവൻ, ആന്തരിക രൂപാന്തരം എന്ന അത്ഭുതം. അതിന് സമാനമായ ബാഹ്യരൂപാന്തരവും ആവശ്യപ്പെടുന്നുണ്ട്. പുതിയത് തിങ്ങി നിറയുമ്പോൾ പഴയതെല്ലാം കൊഴിയണം. ആയതിനാൽ പുതിയ വസ്ത്രം ധരിക്കണം എന്ന് പൗലോസ് പറയുന്നു. ക്രിസ്തുവിൻ്റെ നീതിയായ പുതിയ വസ്ത്രം ഉരിഞ്ഞു കളയേണ്ട പഴയതിൻ്റെ ലിസ്റ്റാകുന്നു 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. പുതിയ ജീവിത രീതിയാണ് 9 മുതൽ നാം കാണുന്നത്. 9ഉം 10ഉം വാക്യങ്ങളിൽ പുതിയ മനുഷ്യൻ്റെ സ്ഥാനം എന്തെന്ന് പറഞ്ഞിരിക്കുന്നു. 10-ാം വാക്യത്തിൽ പുതിയ മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നു. 11-ാം വാക്യത്തിൽ പുതിയ മനുഷ്യൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നു. 12-ാം വാക്യത്തിൽ പുതിയ മനുഷ്യൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് പറയുന്നു. 14-ാം വാക്യത്തിൽ പുതിയ മനുഷ്യൻ്റെ സമ്പൂർത്തിയെക്കുറിച്ച് പറയുന്നു. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ മനുഷ്യൻ്റെ മുൻഗണനകൾ പറയുന്നു. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. എത്ര മനോഹരമായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെയെന്ന് വിശുദ്ധ പൗലോസ് ക്രിസ്തു വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. നമ്മെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനെ ധരിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.